ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് നീ ഒരു പേഴ്സണെ കൂടെ കൊണ്ടുവരണ്ട എന്നോർത്തിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ അകത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റി ഒരു പ്രൊട്ടക്റ്റ് ചെയ്തൊരു രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ. അപ്പോൾ ഒരുപാട് ട്രോമാസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ കിട്ടിയില്ല, നിങ്ങളോട് ഇപ്പം ഇഷ്ടം പറഞ്ഞില്ല അല്ലെങ്കിൽ ഒരുപാട് പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ വിഷമം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു ബോണ്ടിലോട്ട് പോകും. അപ്പോൾ ആ ഒരു ബോണ്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അത് കുറേ കൂടെ ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയാണ്. എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെയാണല്ലോ. ദൂരത്തു നിന്ന് കാണുമ്പോൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ ആ ഒരു ഇത്. അപ്പം ആ ഒരു രീതിയിൽ ആണിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പേഴ്സൺ നിങ്ങൾ ദൂരെ നിന്ന് വാച്ച് ചെയ്തും ഇഷ്ടപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളിലോട്ട് കംപ്ലീറ്റ്ലി വരാതെയൊക്കെ നിന്നാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നല്ല രീതിയിൽ ഭയമുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ ലൈഫിൽ ഇതേപോലെ ഒരു കാര്യം, അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പോലും കാണില്ല എന്നൊരു മൈൻഡ് സെറ്റാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ അയാളുടെ ഫീലിങ്സൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജിയിൽ വെച്ച് തന്നെ പറയാൻ പറ്റും ഈ ഒരു പേഴ്സണ് ഓൾഡ്, അതായത് പണ്ടുണ്ടായിരുന്ന ഏതോ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റ് ട്രോമയിലുള്ള ആ ഒരു റിലേഷൻ മാത്രമല്ല, അതല്ലാതെ എന്തോ ഒരു റിലേഷൻഷിപ്പ് അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആരിൽ നിന്ന് ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ സ്ലോലി ഹീലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തനി അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരാനൊക്കെ അയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ട്രോമാസൊക്കെ ആ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ജേർണിയും ഈ ഒരു ജേർണിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു ട്രോമയുടെ ഇതുകൊണ്ടാണല്ലോ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കുറച്ചൊക്കെ അകന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുമൊക്കെ ഈ പേഴ്സണിൻ്റെ ട്രോമയും നിന്നൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കുറച്ച് ഗ്യാപ്പല്ല, ഒരു ഡിസ്റ്റൻസും ഇങ്ങനെ ഒരു എനർജി ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലരിൽ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ വല്ല സംസാരങ്ങളും നടന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് മാറി നിൽക്കാറുണ്ട്, ഫിസിക്കലി ഇമോഷണലി ഒക്കെ. പിന്നെ അത് അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ചോദിച്ചാൽ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അയാൾക്ക് കിട്ടില്ല എന്നൊരു തോന്നലുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ